ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ക്രിയേറ്റീവ് അക്കാദമി. ഞാൻ സഞ്ജുഷയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബിസിനസ് സപ്പോർട്ട് സർവീസസുകളാണ്. അതായത് ഒരു ബിസിനസ്സിനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സർവീസുകൾ ഏതെല്ലാം എന്നാണ് നമ്മൾ മെയിൻലി ഇതിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ് സപ്പോർട്ട് സർവീസ് എന്ന് പറയുമ്പം ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് സർവീസുകളുണ്ട്. ലൈക്ക് ബിസിനസ്സിൻ്റെ സ്മൂത്തായിട്ടുള്ള റണ്ണിങ്ങിന് അല്ലെങ്കിൽ ബിസിനസ് നല്ല സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിലൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സർവീസ് സിസ്റ്റംസ് ആവശ്യമാണ്. ഓക്കെ, അതിൽ പറയുന്ന കുറച്ച് സർവീസുകളാണ് ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇതിലാണ് മെയിൻലി ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സർവീസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈ വേരിയസ് ടൈപ്പ് ഓഫ് സർവീസുകൾ. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഏതൊക്കെ ടൈപ്പ് ഓഫ് സർവീസുകൾ ഉണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. ആൻഡ് സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബാങ്കിങ്. അതായത് ബാങ്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു ബാങ്കിങ്ങിന് വരുന്ന ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ്സ്. തേർഡ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ വാരിയസ് ടൈപ്പ് ഓഫ് വെയർ ഹൗസസ്. അതായത് ഏതൊക്കെ വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ സാധനങ്ങളെല്ലാം സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ള എത്ര തരം, അതായത് വാരിയസ് ടൈപ്സ് ഓഫ് വെയർ ഹൗസിങ് എത്ര തരം ഉണ്ടെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത്. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻസ് വാരിയസ് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ്. അതായത് ഏതൊക്കെ തരം ഇൻഷുറൻസ് ഉണ്ട്, ലൈക്ക് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, പിന്നെന്താണ് ഫയർ ഇൻഷുറൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇൻഷുറൻസ് ഉണ്ട്. അപ്പം ഏതൊക്കെ തരത്തിലുള്ള ഇൻഷുറൻസ് ആണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ എക്സ്പ്ലെയിൻസ് ദ കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതെല്ലാം മെയിൻലി ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ബാങ്കിങ് ആണ്. ബാങ്കിങ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ബാങ്കിങ് മീൻസ് ബിസിനസ് ആക്ടിവിറ്റീസ് ഓഫ് അക്സെപ്റ്റിംഗ് ആൻഡ് സേഫ് ഗാർഡിംഗ് മണി ഓൺ ബൈ അതർ ഇൻഡിവിജ്വൽസ് ആൻഡ് എൻറ്റിറ്റീസ് and then lending out this money in order to conduct economic activities such as making profit or simply covering operating expenses. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റീൻ്റെ അടുത്തുനിന്നോ അവരുടെ ക്യാഷ് വാങ്ങി സൂക്ഷിക്കുക എന്നുള്ളതാണ് ബാങ്കിങ്ങിൻ്റെ മെയിൻ എയിം. എന്നിട്ടോ ഈ സൂക്ഷിച്ച പണം മറ്റുള്ളവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെറിയൊരു ഇൻട്രസ്റ്റിൽ കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഒരാളടുത്ത് നിന്ന് ക്യാഷ് വാങ്ങി സൂക്ഷിച്ചിട്ട് ആ പണം മറ്റൊരാൾക്ക് അവരുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു ഇൻട്രസ്റ്റിൽ കൊടുക്കുക എന്നുള്ളതാണ് ബാങ്കിങ്ങിലെ മെയിനായിട്ട് വരുന്ന പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് ബാങ്കിങ്ങിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് പറയാനുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്. ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുമ്പം മറ്റുള്ള ആൾക്കാർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷ് ചാനലൈസ് ചെയ്തിട്ട് ലോണും മറ്റു കാര്യങ്ങൾക്കായിട്ട് ബിസിനസ് ഓർഗനൈസേഷന് കൊടുക്കുക. ഓക്കെ, ഈ ബാങ്കിങ് പ്രോസസ്സിങ് സേവിങ്സിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻ്റ് ആകും. അതുവഴി എന്താണ്, അത് ക്യാപിറ്റൽ ഫോർമേഷനായിട്ട് ലീഡാവും ചെയ്യും. ഇതാണ് മെയിൻലി ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സർവീസ് ടു ബിസിനസ് ആണ്. സർവീസ് ടു ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും ഓരോ സർവീസിനും ബാങ്കിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് മെയിൻലി സർവീസ് ടു ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ബാങ്കിങ് എന്താണ് ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും ലോൺസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത്. നെക്സ്റ്റ് റെഡ്യൂസ് യൂസ് ഓഫ് കറൻസി. നമ്മളെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഡെയിലി ലൈഫിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കറൻസീൻ്റെ ഉപയോഗം വളരെ കുറഞ്ഞിരിക്കുകയാണല്ലേ. നമ്മളിപ്പോൾ ഇൻ കേസ് ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ടൊരു ഷോപ്പിൽ പോയാൽ വരെ നമ്മൾ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് കൊടുക്കുന്ന ആ ഒരു സമ്പ്രദായം എല്ലാം നിന്നിട്ടുണ്ട്. ഇപ്പോൾ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ATM, പിന്നെ ഗൂഗിൾ പേ, ഫോൺ പേ, ഇങ്ങനെയുള്ള എല്ലാതുമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. മെയിൻലി നമ്മൾ ക്യാഷ് ക്യാരി ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിംഗ് ഒന്നും ഇപ്പം നടക്കുന്നില്ല എന്നുള്ളതാണ് റെഡ്യൂസ് യൂസ് ഓഫ് കറൻസിയിൽ പറയുന്നത്. ബാങ്കിങ് വന്നതുകൊണ്ട് ആണല്ലോ നമ്മളിപ്പം അങ്ങനെ ചെയ്യുന്നത്. സോ ബാങ്കിങ് അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ആണ്. അതായത് ഇപ്പം നമ്മുടെ സേവിങ്സ് നമ്മൾ സേവിങ്സ് ബാങ്കിൽ
നിക്ഷേപിക്കുന്നത് വഴി ബാങ്കിങ് എന്ത് ചെയ്യും, അത് വേറെ വേറെ അക്കൗണ്ടിലേക്ക് മാറ്റും. ലൈക്ക് കറണ്ട് അക്കൗണ്ട്, സേവിങ് അക്കൗണ്ട്, ഇങ്ങനെ ഓരോരോ അക്കൗണ്ടിലേക്ക് മൊബിലൈസ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് നമ്മുടെ സേവിങ്സ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ബെനിഫിറ്റ് ടു റൂറൽ എക്കണോമി. ആ ഒരു വേർഡ് തന്നെ പറയുന്നുണ്ട്, റൂറൽ എക്കണോമീൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ബാങ്കിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലൈക്ക് റൂറൽ ഏരിയാസിലുള്ള ബാക്ക്വേർഡ് പീപ്പിൾസ് ലൈക്ക് ഫാമേഴ്സ് അങ്ങനെയുള്ള ചെറിയ ആൾക്കാർക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യും. അവർക്ക് അവരുടെ ഇപ്പോൾ കൃഷിയാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേ ആവശ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ വിത്ത് വാങ്ങണം, വളം വാങ്ങണം, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതിനൊക്കെ ഈ ബാങ്ക് എന്ത് ചെയ്യും, അവർക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യും ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ. ഓക്കെ, അങ്ങനെ ബാങ്ക് ഈ റൂറൽ എക്കണോമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എക്കണോമിയാണ്. അപ്പം ബാങ്ക് എന്ത് ചെയ്യുന്നറിയോ, ഈ സ്പെഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കും. എവിടേക്കാണ് സ്പെഷ്യൽ അസിസ്റ്റൻസ് വേണ്ടതെന്നുള്ളത് ബാങ്ക് ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് ഓർക്ക് വേണ്ടി നെസസറി ഹെൽപ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യും. ബാങ്ക് അതുപോലെ തന്നെ ഈ ബാക്ക്വേർഡ് പീപ്പിൾസിനെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള ലോൺസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട് ബാക്ക്വേർഡ് പീപ്പിൾസിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു റീജിയണൽ ഡെവലപ്മെൻറ്റ് ബാലൻസ് ആക്കുന്നതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. മനസ്സിലായില്ലേ? അടുത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് പോളിസിയാണ്. ക്രെഡിറ്റ് പോളിസി എന്ന് പറയുന്നത് പ്രീ റിക്വസ്റ്റ് ആണ്. അപ്പം എക്കണോമിക് ഡെവലപ്മെൻറ്റ് പ്രീ റിക്വസ്റ്റ് ആണ് ഡെവലപ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് പോളിസിയിൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടൈപ്പ് ഓഫ് ബാങ്കിങ് ആണ്. നേരത്തെ നമ്മൾ ബാങ്കിങ് എന്താണെന്ന് പറഞ്ഞു, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ബാങ്കിങ് ആണ്. അപ്പം നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ കുറേ തരത്തിലുള്ള ബാങ്കിങ് സിസ്റ്റംസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അതേപോലെ തന്നെ പബ്ലിക്സിൻ്റെ ഡെപ്പോസിറ്റ്സ് എല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടൊക്കെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക് മെയിൻലി ബിസിനസ് ആവശ്യങ്ങൾക്കാണ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, കൊമേഴ്ഷ്യൽ ബാങ്കിൽ നമുക്ക് പബ്ലിക് സെക്ടർ ബാങ്ക് വരുന്നുണ്ട്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക് വരുന്നുണ്ട്, ഫോറിൻ സെക്ടർ ബാങ്ക് വരുന്നുണ്ട്. അതിൽ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുമ്പം ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, RBI പോലത്തെ ബാങ്കിങ് സെക്ടേഴ്സാണ് അതിൽ വരുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, സിൻഡിക്കേറ്റ് ബാങ്ക്, ഇതെല്ലാം പബ്ലിക് സെക്ടർ ബാങ്കിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുകയാണെങ്കിൽ നെയിമിൽ തന്നെ ഉണ്ട്, പ്രൈവറ്റ് ആണ്. ഓക്കെ, അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ അണ്ടറിൽ വരുന്നതാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ അണ്ടറിൽ. ഓക്കെ, ഇതെന്ന് പറയുമ്പം ഇത് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ആണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിളായിട്ട് വരികയാണെങ്കിൽ ICICI ബാങ്ക്, HDFC ബാങ്ക്, ഇതെല്ലാം പ്രൈവറ്റ് സെക്ടർ ബാങ്കിൻ്റെ എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ഫോറിൻ സെക്ടർ ബാങ്ക്. ഫോറിൻ സെക്ടർ ബാങ്ക് എന്ന് പറയുമ്പോൾ ഫോറിൻ കൺട്രീസിൻ്റെ ബാങ്ക് ആയിരിക്കും അത്, ബട്ട് അതിൻ്റെ ഒരു ബ്രാഞ്ച് നമ്മുടെ കൺട്രീസിൽ പ്രോസസ്സിങ് നടത്തുന്നുണ്ടാവും. ഓക്കെ, അതാണ് ഫോറിൻ സെക്ടർ ബാങ്ക്. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സിം ബാങ്ക്, അമേരിക്കൻ എക്സ്പോർട്ട് ബാങ്ക്, അതേപോലെ ഹോങ്കോങ് ഷങ്കായി ബാങ്ക്, അതൊക്കെ കേട്ടിട്ടില്ലേ? അതെല്ലാം ഫോറിൻ സെക്ടർ ബാങ്കിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അടുത്തത് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുമ്പം കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബാങ്കാണ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കാണ് മെയിൻലി കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുമ്പം. കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ഒക്കെ കുറവായിരിക്കും. ഓക്കെ, കോപ്പറേറ്റീവ് ബാങ്കും 3 ടൈപ്സ് വരുന്നുണ്ട്. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഇങ്ങനെ 3 ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ആണ് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നുള്ള പേര് തന്നെ അറിയാം നമുക്ക്, ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ലോൺസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നൊരു ബാങ്കാണ്. അതായത് ഡെവലപ്മെൻറ്റ് ബാങ്കും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് മീഡിയം ആയിട്ടും ലോങ് ടേം ആയിട്ടൊക്കെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സ്പെഷ്യലൈസേഷൻ ബാങ്ക് ആണ്. സ്പെഷ്യലൈസേഷൻ ബാങ്കിൻ്റെ പേര് തന്നെ പറയുന്നുണ്ട്, സം സ്പെഷ്യൽ ഏരിയാസ് എന്നും അല്ലെങ്കിൽ സം സ്പെഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ സ്പെഷ്യലൈസേഷൻ ബാങ്ക് ലോൺസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സിം ബാങ്ക്, നബാർഡ് ബാങ്ക്. എക്സിം ബാങ്ക് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്കാണ്. അപ്പം എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും വേണ്ടി മാത്രം, സ്പെഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് എക്സിം ബാങ്ക് എന്ന് പറയുന്നത്. നബാർഡ് എന്ന് പറഞ്ഞാൽ ഈ അഗ്രികൾച്ചർ, അതായത്
എന്താണ് അഗ്രികൾച്ചറൽ പീപ്പിൾസിന് ഫാർമസിസ്റ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. അത് സം ഓഫ് സ്പെഷ്യൽ ഏരിയാസിന് വേണ്ടിയിട്ടുള്ളൊരു ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്പെഷ്യലൈസേഷൻ ബാങ്ക് എന്ന് പറയുമ്പം ഈ സം സ്പെഷ്യൽ ഏരിയാസ് എന്നും അല്ലെങ്കിൽ സ്പെഷ്യൽ ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കാണ് സ്പെഷ്യലൈസേഷൻ ബാങ്ക് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കാണ് ഏറ്റവും വലിയ ബാങ്ക്. ഓക്കെ, ഏറ്റവും വലിയ ബാങ്കാണ് സെൻട്രൽ ബാങ്ക്. അതേപോലെ തന്നെ ഇതൊരു ഹയസ്റ്റ് ഫിനാൻഷ്യൽ അതോറിറ്റിയാണ്. ഇപ്പം ഇന്ത്യയിൽ സെൻട്രൽ ബാങ്കിങ് അതോറിറ്റി എന്ന് പറയുന്നത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതേപോലെ തന്നെ ഇത് ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെ ബാങ്കേഴ്സ് ബാങ്കായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. അതുപോലെ തന്നെ എന്താണ് ബാങ്കിങ് സിസ്റ്റംസ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഉള്ളൊരു ബാങ്കാണ് എന്ത് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സെൻട്രൽ ബാങ്ക് ഇനിയും നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുണ്ട് അടുത്ത ഭാഗത്തിലേക്കൊക്കെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കാണ്. കൊമേഴ്ഷ്യൽ ബാങ്കിന് നമ്മൾ പറഞ്ഞു ബിസിനസ് ആവശ്യങ്ങൾക്കാണ് മെയിൻലി കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രവർത്തിക്കുന്നതെന്നൊക്കെ. അപ്പം ഈ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുമ്പം പ്രൈമറി ഫങ്ഷൻസും വരുന്നുണ്ട്, സെക്കൻഡറി ഫങ്ഷൻസും വരുന്നുണ്ട്. അതിൽ പ്രൈമറി ഫങ്ഷൻസിൽ നമ്മൾ പറയുന്ന രണ്ടെണ്ണമാണ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് മണി. അതായത് ഫസ്റ്റ് വൺ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പം പീപ്പിൾസിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് പറയുകയാണെങ്കിൽ ലെൻഡിങ് മണി, അതായത് പീപ്പിൾസിന് മണി കടം കൊടുക്കുക. ലെൻഡ് മീൻസ് കടം കൊടുക്കുക. ഓക്കെ, അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുമ്പം സെക്കൻഡറി ഫംഗ്ഷനാണ്. രണ്ടാമത്തെ ഫംഗ്ഷനിൽ വരുന്നത് ഏജൻസി സർവീസ് ആൻഡ് ജനറൽ യൂട്ടിലിറ്റീസ് ആണ്. ഏജൻസി സർവീസ് എന്ന് പറയുമ്പോൾ ഈ ചെക്കും ബില്ലെല്ലാം കളക്ട് ചെയ്യുക, അതേപോലെ തന്നെ ഡിവിഡൻഡ് ഇൻട്രസ്റ്റ് എല്ലാം കളക്ട് ചെയ്യുക, പിന്നെ സെക്യൂരിറ്റി സെയിൽ ചെയ്യുക, പർച്ചേസ് ചെയ്യുക, ഇതെല്ലാം മെയിൻലി ഏജൻസി സർവീസിൽ വരുന്നത്. ജനറൽ യൂട്ടിലിറ്റി സർവീസ് പറയുമ്പം നമ്മുടെ യൂസ് ഓഫ് ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റീസ്, അതേപോലെ ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഫോൺ ബാങ്കിങ്, നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ, അങ്ങനെയുള്ള എല്ലാതുമാണ് ജനറൽ യൂട്ടിലിറ്റി സർവീസിൽ വരുന്നത്. മനസ്സിലായല്ലോ അല്ലേ? അടുത്തത് നമ്മൾ പറയുന്നത് ടൈപ്പ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ് ആണ്. ടൈപ്പ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ് എന്ന് പറയുമ്പം നമ്മൾ മെയിൻലി നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ട 4 അക്കൗണ്ട്സ് ആണ്. സേവിങ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആൻഡ് റിക്കറിങ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. സേവിങ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണ് അല്ലേ? അതായത് മെയിൻലി ആ അക്കൗണ്ടും ഉദ്ദേശിക്കുന്നത് എന്താണ്? പീപ്പിൾസിൻ്റെ സേവിങ് ഹാബിറ്റ്സ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആ പേര് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എഴുതാൻ കിട്ടണം അതായത് പീപ്പിൾസിൻ്റെ സേവിങ് ഹാബിറ്റ്സ് കൂട്ടുക എന്നുള്ളതാണ് ഈ അക്കൗണ്ടിൻ്റെ മെയിൻ എയിം എന്നുള്ളത്. അതേപോലെ തന്നെ എന്താണ്, ചെറിയ എമൗണ്ടിൻ്റെയൊക്കെ സേവിങ്സ്, ഇപ്പം സേവിങ് അക്കൗണ്ട് ഓപ്പൺ ആക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ചെറിയ ഡെപ്പോസിറ്റ്സ് ഒക്കെ മതി, ചെറിയ എമൗണ്ട് കൊണ്ട് നമുക്ക് സേവിങ് അക്കൗണ്ട് ഓപ്പൺ ആക്കാം. ലൈക്ക് 100 രൂപേനെ കൊണ്ടൊക്കെ നമുക്ക് സേവിങ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഡെപ്പോസിറ്റ് എത്ര ടൈം വേണമെങ്കിലും നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം. പക്ഷെ എന്താണ്, വിഡ്രോവൽ ചെയ്യാൻ കുറച്ച് ലിമിറ്റ്സ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് അലൗഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. സേവിങ് അക്കൗണ്ട്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ തിങ്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പീപ്പിൾസിൻ്റെ സേവിങ് ഹാബിറ്റ്സ് കൂട്ടുക എന്നുള്ളതാണ്. പിന്നെന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ കുറവായിരിക്കും ഇതിൻ്റെ ഇൻട്രസ്റ്റ്. ഇതിൽ വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പം അതിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ കുറവായിരിക്കും. മനസ്സിലായില്ലേ? നെക്സ്റ്റ് കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ്. കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താണ്, എപ്പോൾ വേണമെങ്കിലും ഇൻവെസ്റ്റും ചെയ്യാം. പക്ഷെ നേരത്തെ നമുക്ക് വിഡ്രോ എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റില്ല. ഇതിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ വിഡ്രോയും ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ ഇൻവെസ്റ്റും ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ വിഡ്രോയും ചെയ്യാം. അതേപോലെ തന്നെ മെയിൻലി ഇത് യൂസ് ചെയ്യുന്ന ഈ കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ടൊക്കെ യൂസ് ചെയ്യുന്നത് ബിസിനസ്മാന്, അതേപോലെ തന്നെ ഇൻഡസ്ട്രീസ് ഒക്കെയാണ്. ഓക്കെ, ഇതിലെന്ന് പറയുമ്പോൾ ഒരു ഇൻട്രസ്റ്റും അലൗ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഇതിൽ വരുന്ന വൺ വേർഡിന് വരുന്നൊരു മെയിൻ ക്വസ്റ്റ്യൻ ആണ് കറണ്ട് ഡെപ്പോസിറ്റിനെ നമുക്ക് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്നും പറയുന്നുണ്ട്. വൺ വേർഡിന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കറണ്ട് ഡെപ്പോസിറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഇതെന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫൈഡ് പീരീഡിലേക്കായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ സ്പെസിഫൈഡ് പീരീഡ് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇപ്പോൾ നമുക്ക് റീപേ ചെയ്യണമെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് കൂടി ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് വരുന്നത്.
ഓക്കെ, ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. നമുക്ക് ഒരു സ്പെസിഫൈഡ് പീരീഡിലേക്കുള്ളതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു സ്പെസിഫൈഡ് പീരീഡ് ആയാൽ മാത്രമേ നമുക്കത് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ലാസ്റ്റ് വൺ നമ്മൾ പറയുന്നത് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് അക്കൗണ്ട് ഹോൾഡേഴ്സ് എല്ലാ മാസത്തിലും ഒരു സ്പെസിഫൈഡ് ടൈമിൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇതിൻ്റെ മെച്യൂരിറ്റിക്ക് മുന്നേ ഇതിൽ വിഡ്രോവൽസ് ഒന്നും നടത്താൻ പറ്റൂല. അതേപോലെ ഇതിൽ ചെക്ക് ബാങ്ക് അവൈലബിൾ അല്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ മെയിനായിട്ട് വരുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിനെ നമ്മൾ ക്യുമുലേറ്റീവ് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അതും ഓർത്ത് വെക്കുക. ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നിപ്പം പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ മുന്നത്തെ ഏതെങ്കിലും ക്ലാസ് മനസ്സിലാവാത്തതുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.